السلام عليكم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ അതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വന്ന ആളുകളാണ് നമ്മൾ. ഈ കാലഘട്ടത്തിൽ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ഒരു വലിയ ദൗത്യത്തിലേക്കാണ് നമ്മുടെ പുറപ്പാട്. 100% സാഹചര്യം ആവശ്യപ്പെടുന്ന വലിയ ഒരു ദൗത്യമാണ് ഈ കാലം തേടുന്ന ഇസ്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങളിൽ തന്നെ ധാരാളം അനുഭവങ്ങൾ കൊണ്ട് നമുക്കത് ബോധ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം ഇസ്ലാഹ് കൊണ്ട് വലിയൊരു മാറ്റത്തിന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എത്രമാത്രമാണ് നമ്മെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് എന്നത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളാണ് നമുക്ക് മുമ്പിൽ ഉള്ളത്. ഇത്രമേൽ അനുഗ്രഹം ലഭിച്ച ഒരു ജനത ഇതിനു മുമ്പ് ഭൗതികമായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ജനത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടക്കാരാ. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അപ്പോൾ റസൂലുള്ളാഹിയുടെ ആ ഒരു സ്വഹാബത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് താബിഉകളും തബൂ താബിഉകളുമായിട്ടുള്ള ആളുകളാണ് ആത്മീയമായിട്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ച ആളുകൾ. പടച്ചതമ്പുരാൻ്റെ പക്കൽ സ്വീകാര്യയോഗ്യമായ ഇബാദത്തുകളാൽ സമ്പന്നരായ ആളുകളാണവർ. ആ ഒരു ഭാഗ്യമല്ല, ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ ഇത്രമേൽ ലഭിച്ച ഒരു കൗമ് നമ്മളാണ്. നമ്മളീ ജീവിക്കുന്ന കാലഘട്ടം ഒരു 80 വയസ്സ് പ്രായമുള്ള ആൾ മുതൽ ഇപ്പോൾ നമ്മളോടൊപ്പമുള്ള കുട്ടികൾ, അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ വലിയ അനുഗ്രഹങ്ങളാണ്. സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളില്ല, കഷ്ടപ്പാടുകളില്ല. വിശപ്പ് എന്നത് എന്താണ് എന്ന് നമുക്കാർക്കും സത്യത്തിൽ അറിയില്ല. എന്നാൽ അത് അനുഭവിച്ച ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ അനുഭവങ്ങൾ പറയാൻ പറ്റുന്ന
ഒരു 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കത് പറയാൻ സാധിക്കും. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്, കഥയല്ല, ഒരു സംഭവമുണ്ട്. ഉപ്പയുടെ കാലഘട്ടത്തിൽ, ഉപ്പയുടെ ചെറുപ്പകാലത്ത്, അന്നൊരു കുടുംബത്തിൽ ഒരു ഉപ്പയ്ക്കും ഉമ്മക്കും തന്നെ 11, 12, 13 മക്കളുണ്ടാവും ഒരു വീട്ടിൽ. അവർക്ക് ചോറ് വെക്കുക എന്നത് പെരുന്നാളിനും മാത്രമാണ് ഉണ്ടാവുക. പെരുന്നാൾ ദിവസം ചോറ് വെച്ചു എന്ന് പറയാൻ. ബാക്കിയുള്ള ദിവസങ്ങളിൽ മുഴുവനും കഞ്ഞിയാണ്. വലിയൊരു ചെമ്പിൽ കഞ്ഞി വെക്കും. എന്നിട്ട് ആ കഞ്ഞി ഇങ്ങനെ വിളമ്പി കൊടുക്കും ഓരോ മക്കൾക്കും. അത് കുടിക്കുന്ന മക്കളിൽ ഒരാൾക്ക് ഒരു ദിവസം 9 വറ്റ് ആ കഞ്ഞിവെള്ളം കുടിച്ചപ്പോൾ കിട്ടിയെന്നാണ് പറയണത്. 9 വറ്റ് അന്ന് കഞ്ഞി കുടിച്ചപ്പോൾ കിട്ടിയെന്ന്. എനിക്ക് 9 വറ്റ് കിട്ടിയെന്ന് ഉപ്പയോട് പറഞ്ഞ ഒരു സഹോദരൻ്റെ സംഭവം ഉപ്പ പറയാറുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നത്? 9 വറ്റ് കഞ്ഞി കുടിച്ചപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ സംഭവമായിട്ടാണ് പറയണത്. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം അത് കഴുകി വൃത്തിയാക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ അവിടെ പോയി നോക്കിയാൽ 2 ആൾക്ക് വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കഴിക്കാനുള്ളത് അവിടെ ബാക്കിയായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു കൗമ്, സാമ്പത്തികമായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളാൽ സമ്പന്നമായ ഒരു കാലഘട്ടം. പഴയ കാലത്തൊക്കെ ആളുകൾ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ആളവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നാട്ടിലറിയാം. ആ കത്ത് വരുന്നതിനൊക്കെയുള്ള കാലതാമസവും ദൈർഘ്യവും കാത്തിരിപ്പുമൊക്കെ ആ ദമ്പതിമാരുടെ ഒരു വല്ലാത്ത അത്ഭുതമായിട്ട് കേൾക്കാൻ ഭയങ്കര കൗതുക. നിങ്ങളൊരു 75 വയസ്സ് പ്രായമുള്ള പഴയ ഒരു പ്രവാസിയായ ഉപ്പയുടെ ഉമ്മയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കുകയാണെ, നിങ്ങളെ പുതിയാപ്പിള അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്നാ വിവരം കിട്ടിയത്? അവരത് പറയുമ്പോൾ തന്നെ അവരുടെ ആ വൈകാരികമായിട്ടുള്ള വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കോരിത്തരിപ്പാണ്. ഇന്നതല്ല. ഇന്ന് നമ്മുടെ മക്കൾ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ എയർപോർട്ട് എത്തുന്നതിൻ്റെ മുമ്പ് നമ്മളോട് പറയും, ഉമ്മ ഇനി 2 കിലോമീറ്ററുള്ള എയർപോർട്ട് കിട്ടും. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നേർക്ക് കാണുക മോനെ എയർപോർട്ടിൽ പാസ്പോർട്ട് കൊടുക്കണത്, വിമാനത്തിൽ കയറുന്നത്, വിമാനത്തിൽ പോകുന്നതൊക്കെ നമ്മളിങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് കണ്ടും കൊണ്ടിരിക്കുക. അങ്ങനത്തെ ടെക്നോളജി വളർന്ന ഒരു കാലഘട്ടം. ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തൊരു കാലം. ടെൻഷനില്ല. ഇങ്ങനെ ഒരുപാട് അത് പറയുമ്പോൾ ആ മേഖല തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ടാവും. അതവിടെ നിർത്തുക. പറഞ്ഞു വന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുമുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ. പേരാമ്പ്ര ഭാഗത്ത് നിന്ന് നിപ്പ എന്ന് പറയുന്ന ഒരു വൈറസിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി. ആ പേരാമ്പ്ര വഴി പോകുന്ന KSRTC ബസ്സുകളിൽ ആ ഭാഗത്ത് നിന്നുള്ള ആളുകളെ കയറ്റാതെ പോവാൻ ആ ബസ്സിലെ ജീവനക്കാർ ശ്രമം നടത്തി. അത് പിന്നെ അവസാനം കേസ് കൊടുത്തു. അവിടുത്തെ ആളുകൾ KSRTC നിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വന്നു ആ വാർത്ത. എന്തേ? 4ഉം 5ഉം മാസ്ക് വെച്ചിട്ട് ഡ്രൈവറും കണ്ടക്ടറും KSRTCയിൽ പോകുന്നത്. അവർക്ക് പേരാമ്പ്രയുടെ ഭാഗത്ത് കഴിഞ്ഞാൽ ഒരു പേടിയാ. നിപ്പ പേടിപ്പിച്ചു കളഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ഫ്രൂട്ടുകൾ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് വേണ്ടാന്ന് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. പച്ചക്കറികൾ വേണ്ടാന്ന് പറഞ്ഞു. ഇവിടുന്ന് കയറ്റി വയ്ക്കുന്ന ഒന്നും വേണ്ട. എന്തേ? വിദേശ രാഷ്ട്രങ്ങൾ പോലും പേരാമ്പ്രയിലെ നിപ്പയെ പേടിച്ചു. നമ്മുടെ മുമ്പിൽ വന്ന വലിയൊരു പരീക്ഷണമായിരുന്നു നിപ്പ. നിപ്പയോടൊപ്പം കടന്നു വന്നു പ്രളയങ്ങൾ. 2 പ്രളയങ്ങൾ ഓടി വന്നു. കൊറോണ നമ്മൾ വീട്ടിലിരുത്തി. അയൽവാസികളോട് പോലും സലാം പറയാനൊന്ന് കാണണ്ടേ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ സ്വന്തം സത്യവാങ്മൂലം എഴുതി കയ്യിൽ പിടിക്കണം. ഞാൻ ഇന്നയാളുടെ മകൻ, ഇത്ര വയസ്സ്, ഇന്ന വീട്ടിൽ താമസിക്കുന്നു, ഇപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, ഇത്ര സമയം കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. ഒരുപാട് സത്യവാങ്മൂലം എഴുതിയ ആളാണ് ഞാൻ. നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലിരുത്തി. വൈകുന്നേരം 4 മണിയോ 3 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെയൊക്കെ അങ്ങാടികൾ വിജനമായി. ഒരാളെയും കാണൂല. വഴിയറിയാത്തൊരു സ്ഥലത്തേക്ക് പോയാൽ വഴി ചോദിക്കാൻ പറ്റുന്ന ഒരുത്തനും ഇല്ലാത്തൊരു കാലമായി. എല്ലാം കൊണ്ടും ഭയപ്പെടുത്തി നമ്മളെ. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ടും നിഅമത്ത് കൊണ്ടും റാഹത്ത് കൊണ്ടും ഒക്കെ അനുഭവങ്ങൾ പരസ്പരം വ്യത്യസ്തമായി കൊണ്ട് അനുഭവിച്ച ഒരു ജനത എന്ന നിലയിൽ നമ്മൾ അതിനു സാക്ഷികളാണ്. ഇനി നമ്മുടെ ദൗത്യം എന്താണ്? ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുകയാണല്ലോ. അവസാനം നമ്മുടെ ശ്രദ്ധയിൽ വന്നത് വയനാട്
ചൂരൽമലയിലെ അതിദാരുണമായിട്ടുള്ള ഒരു വലിയ ഒരു വിപത്ത്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ദൗത്യം എന്തെന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്ത്. അതാണല്ലോ നമ്മുടെ മുഖ്യ ആളുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയാൻ യാതൊരു മടിയുമില്ലാത്തത് അഭിമാനമായി കാണുന്ന ആളുകൾ, അഞ്ചൊകത്ത് നമസ്കരിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, ദീനിൻ്റെ എല്ലാ കാര്യത്തിലും നല്ല സൂക്ഷ്മതയുള്ള ആളുകൾ ബഹുഭൂരിപക്ഷം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യം വരുമ്പോൾ അമ്പെ പരാജയപ്പെട്ട് കിടക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. ഇവരെ നമ്മളിങ്ങനെ കാണുമ്പോൾ വെറുതെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അവരെ ആക്ഷേപിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? അവരെ പരിഹസിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. വളരെ നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി, കൂട്ടരെ, നമുക്കൊരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബിനോട് നമ്മൾ എല്ലാ ദിവസവും നിർബന്ധമായിട്ടും നമ്മൾ ചോദിക്കുന്നത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ആ സിറാത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ എന്നാണ്. അപ്പോൾ ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? അള്ളാഹു അനുഗ്രഹിച്ചവരാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായിട്ടുള്ള ആളുകൾ. സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, മിനൻ നബിയ്യീന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. എന്താ ഒരു ആയത്തിൻ്റെ അവസാനം! ഓരോ ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ള മഹാത്ഭുതങ്ങളുണ്ട്. അത് ഓരോ ആയത്തുകളുടെയും വല്ലാത്ത അത്ഭുതങ്ങളാണ്, വല്ലാത്ത അത്ഭുതങ്ങൾ. പരിശുദ്ധ ഖുർആനിൻ്റെ വായന ഇത്രമേൽ ഹൃദയത്തെ സ്വാധീനിക്കുവാനുള്ളൊരു കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ മഹാത്ഭുതങ്ങളാണ്. അത് മറ്റൊരു വായനക്കുമില്ലല്ലോ, വേറൊരു വായനക്കും അതില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ പ്രമാണമായി നമ്മുടെയൊക്കെ കൈകളിൽ ഉണ്ടായിരിക്കെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ടുള്ളൊരു ബോധനം നമുക്ക് നൽകി എന്നിരിക്കെ ഈ ഉമ്മത്തൊരിക്കലും വഴി തെറ്റാൻ സാധ്യതയില്ല. നിങ്ങൾ വഴി തെറ്റൂല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹിയുടെ സുന്നത്തും നിങ്ങൾ യഥേഷ്ടം വളരെ കൃത്യമായിട്ട് അതിനെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അപ്പോൾ പിന്നെ എവിടെയാണ് പ്രശ്നങ്ങൾ, എങ്ങനെയാണ് പ്രയാസങ്ങൾ ഉണ്ടായത്? ഇന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന, നമ്മളോടൊപ്പമുള്ള മുസ്ലിം ഭൂരിപക്ഷത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളെ എങ്ങനെയാണ് അവർ കാണുന്നത്? എങ്ങനെയാണ് അതിനോടുള്ള സമീപനം? അവിടെയാണ് നമ്മുടെ വിഷയത്തിൻ്റെ കഴമ്പ് കിടക്കുന്നത്. നോക്കൂ, നമ്മളൊക്കെയും മുസ്ലിങ്ങളാണ്. നമുക്ക് ഔലിയാക്കളിൽ വിശ്വാസമുണ്ട്, അമ്പിയാക്കളിലും വിശ്വാസമുണ്ട്. ഉറപ്പാണല്ലോ, തർക്കമില്ലാത്ത ഒരു വിഷയമാണത്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ അമ്പിയാക്കളിലും ഔലിയാക്കളിലും വിശ്വസിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് അമ്പിയാക്കളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഏതാനും ചില ഔലിയാക്കളുടെ സംഭവവും പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് അവരുടെ പരിധികളും പരിമിതികളും അല്ലാഹു അതിൽ നമ്മെ അറിയിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ഒരൊറ്റ പ്രവാചകന്മാർക്കും അമിതമായിട്ടുള്ള എന്തോ ഒരു പ്രാധാന്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ പല പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ മുഅ്ജിസത്തുകളെ അത് അത്ഭുതകരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അല്ലാഹുവിൻ്റെതാണ് മുഅ്ജിസത്ത്, പ്രവാചകന്മാരുടേതല്ല. മുഅ്ജിസത്ത് എന്ന പദത്തിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം തന്നെ മനുഷ്യനാൽ കഴിയാത്തത് എന്നാണ്, സാധാരണ സംഭവിക്കാത്തത് എന്നതാണ്. അസാധാരണ സംഭവത്തെയാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. അസാധാരണമായി സംഭവിക്കുന്നത് അല്ലാഹുവിൻ്റെ മാത്രം അടയാളങ്ങളാണ്. ഈ മനുഷ്യനും അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഒരു മുഅ്ജിസത്ത് നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നും കൂടി ഇങ്ങനെ തലപൊന്തിച്ചിട്ട് ഞാനിപ്പോൾ ആരാന്നറിയോ എന്ന് പറഞ്ഞു നടക്കുന്നൊരു സമ്പ്രദായം ഒരൊറ്റ പ്രവാചകനിലും ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കരനാണ് എന്ന് പറയിക്കാൻ കുറേ ആൾക്കാരെ കൂടെ കൂട്ടിയിട്ടുമില്ല. ഒരൊറ്റ സ്വഹാബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആവശ്യമില്ലാത്ത അതിരുവിട്ട ഉലൂവായിട്ടുള്ള ഒരു പ്രസ്താവനയും നടത്തിയതായിട്ട് കാണാൻ പറ്റൂല. ആരാണ് ഇപ്പോൾ ഒരു ഭയങ്കരല്ലേ? ഇല്ല, അങ്ങനൊരു വർത്താനം സഹാബാക്കളിൽ നിന്ന് കണ്ടിട്ടില്ല.
പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഔലിയാക്കളെ കുറിച്ച് നോക്കുമ്പോൾ അവരുടെ പരിമിതികളാണ് അള്ളാഹു ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നത്. അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ ഹൈലൈറ്റ് ചെയ്തത് അവരുടെ പരിമിതികളെ. അതാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കളുടെ ക്വാളിറ്റി. ഒന്നുകൂടി പറയട്ടെ, പരിശുദ്ധ പ്രവാചകന്മാരായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അമ്പിയാക്കളാൽ വരുന്ന മുഅ്ജിസത്ത്, അവരുടെ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യരെ കാണിച്ചു കൊടുക്കൽ അവർക്ക് നിർബന്ധമാണ്. അമ്പിയാക്കൾക്ക് നിർബന്ധമാണ് ആ മുഅ്ജിസത്ത് ആളുകൾ കാണുക എന്നത്. എന്തേ? അള്ളാഹുവിനെ അറിയാൻ. ഇതാണ് അള്ളാഹുവിൻ്റെ മഹാനുഗ്രഹം എന്നവർക്ക് മനസ്സിലാവാൻ, ബോധ്യപ്പെടാൻ. എന്നാൽ ഔലിയാക്കൾക്ക് വല്ല കറാമത്തും സംഭവിച്ചാൽ തന്നെ ആ ഔലിയയുടെ നിർബന്ധമായിട്ടുള്ള അവസ്ഥ അതിനെ മറച്ചു വെക്കുക എന്നതാണ്. ആരോടും പറയാതിരിക്കുക എന്നതാണ്. ആരോടും പറയരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ അഫ്ളൽ. അഥവാ ഒരു മനുഷ്യന് ഔലിയ എന്ന് പറഞ്ഞൊരു പ്രത്യേകമായിട്ടൊരു വിഭാഗം ഇല്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും അള്ളാഹിൻ്റെ ഔലിയാക്കളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് നമ്മൾ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ. അഞ്ചൊക്കത്ത് നമസ്കരിക്കുന്നവരാണ് നമ്മൾ. നോമ്പെടുക്കുന്നവരാണ് നമ്മൾ. സക്കാത്ത് കൊടുക്കുന്നവരാണ് നമ്മൾ. ഹജ്ജും ഉംറയും അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിർവഹിക്കുന്നവരാണ് നമ്മൾ. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ക്വാളിറ്റി. അള്ളാഹുവിനെ ഭയപ്പെടുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവർ, അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. പക്ഷെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന ഔലിയാക്കൾക്ക് ഈ ഒരു ക്വാളിറ്റി ഒന്നുമില്ല. ഒന്നും വേണ്ട, ഒരു ക്വാളിറ്റിയും വേണ്ട. ഒരു ക്വാളിറ്റിൻ്റെ ആവശ്യമില്ല. ഓരം കണ്ട് പറഞ്ഞ് ഉണ്ടാക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായാൽ മതി. ആരാണ്? ഭയങ്കരല്ലേ എന്നാണ്ട് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വേറൊരു മുസ്ലിയാർ അത്ര ഒന്നും പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ ഭയങ്കരമാണ്. അപ്പോൾ ഭയങ്കരവും കൂടി കൂട്ടിമുട്ടി. അപ്പോൾ മറ്റിഞ്ഞൊരു മൊയിലേർ എന്താ പറയുക? അതൊന്നും അല്ല. നിങ്ങൾക്കറിയുമോ നമ്മുടെ പകര മുഹമ്മദ് മുസ്ലിയാർ, നമ്മളൊക്കെയും പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ചിറ്റടിമീത്തേൽ അബൂബക്കർ മുസ്ലിയാരെ പറ്റി, അതേ CM എന്ന് പറയുന്ന മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാരെ പറ്റി സാക്ഷാൽ പകര മുഹമ്മദ് അഹ്സനി പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരു ദിവസം കിണാശ്ശേരിയുടെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ് സാക്ഷാൽ CM. ആ സമയത്തതാ അവിടെ ഒരു വീട്ടിൽ ആൾപ്പാർപ്പില്ലാത്തൊരു വീട് കാണുന്നു. ആ വീട് കണ്ടപ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകളോട് CM ചോദിച്ചത്രേ, എന്താ ഈ വീട്ടിൽ ആളുകൾ താമസിക്കാത്തത്? ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയോ? എന്താ ഈ വീട്ടിൽ ആൾ താമസിക്കാത്തതെന്ന് CM കൂടെയുള്ള ആൾക്കാരോട് ചോദിച്ചു. അപ്പം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മൂപ്പര് മുദബ്ബിറുൽ ആലമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ചോദിക്കേണ്ട ആവശ്യം മൂപ്പർക്കുണ്ടോ? മൂപ്പർക്ക് തന്നെ തന്നെ പറഞ്ഞാൽ പോരെ, ഈ വീട്ടിൽ ആൾ താമസമില്ല, അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്കറിയോന്ന് ഇങ്ങോട്ട് ഇവരോട് ചോദിക്കണം. അപ്പോഴല്ലേ മൂപ്പര് മുദബ്ബിറുൽ ആലാവുള്ളൂ, ഷെയ്ഖുൽ മഷായിഖാവുള്ളൂ. മൂപ്പരെ പരിമിതി അവിടെ കണ്ട് കാണിക്കുകയാണ്. കഥ ഉണ്ടാക്കിയ ആൾ ഇത്തരം വിചാരിച്ചിട്ടില്ല, ഇത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് മൂപ്പരും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് കഥയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓരോ കഥ പറയുമ്പോഴും ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ കൂടുള്ള ആളുകൾ പറഞ്ഞു, ഷെയ്ഖുന ആ വീട് പണി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മതിലൊന്നും ഇങ്ങോട്ട് വിണ്ട് കീറി. ഇവിടെ വിണ്ട് കീറുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അതിൻ്റെ മതിൽ വിണ്ട് കണ്ട് കീറി. അപ്പോൾ ആ പെരക്കാർ പേടിച്ചു, അതിൽ താമസിക്കണില്ല. അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് അതിൻ്റെ അപകടം എന്താന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, വരൂ. മൂപ്പര് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ മതിലുണ്ടല്ലോ, വിണ്ട് കീറിയ മതിൽ, അത് പിടിച്ചാണ്ട് ഒട്ടിച്ച്. ആ മതിലുണ്ട് ഒട്ടിച്ച്. എങ്ങനെയാണ് മൂപ്പര് കയ്യേറ്റ് രണ്ട് ഭാഗം കൂടി പിടിച്ചെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് രണ്ട് സൈഡ് അപ്പുറപ്പുറം പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കൈ അപ്പുറത്തേക്ക് എത്തണ്ടേ? അവിടെയാണ് കറാമത്ത്. അപ്പോൾ മൂപ്പര് പകരം പറഞ്ഞ രണ്ട് കയ്യേറ്റും കൂടി ഇങ്ങനെ ഒട്ടിച്ചെന്നാ. എങ്ങനെയായിരിക്കും അത്? നിങ്ങളൊക്കെ പേരെ പോയിട്ട് നിങ്ങളെ മതിലൊന്ന് പിടിച്ചു നോക്കി, ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുമോ? വെറുതെ ഒന്ന് എങ്ങനെ പിടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതാണ്ട് ഒട്ടി. എന്നിട്ട് പകരം പറഞ്ഞ വർത്താനം ഇഞ്ഞാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഷെയ്ഖുനായുടെ കറാമത്ത് ഭയങ്കരമാണ്. ഇതുപോലെ ഒരു കറാമത്ത് പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ കഹ്ഫിൽ അതാ ഖിളർ അലൈഹിസ്സലാം കേടുവന്ന ഒരു മതിലുണ്ടാക്കുകയാണ്. ഒരു മതിൽ മൂപ്പര് ശരിയാക്കിയത് പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷെ അത് CM ചെയ്ത ഈ പരിപാടിയെ വെച്ച് നോക്കുമ്പോൾ അത് നിസ്സാരമാണ്. അതിനേക്കാൾ വലിയ
കാര്യമാണ് CM ചെയ്തത്. ഖുർആനിൽ അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സംഭവത്തെ നിസാരമാക്കി. എന്നിട്ട് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത തൻ്റെ കള്ളക്കഥയെ ഈ ഖുർആനിൻ്റെ വിഷയത്തെക്കാൾ വലുതാക്കി. നോക്കൂ നിങ്ങൾ എവിടേക്കാ പോണെന്ന്, എങ്ങനെ ഇത് പടച്ചോനായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങണം, ഈ കാര്യങ്ങൾ അറിയണം. എന്നിട്ട് അയാൾ ഒന്നും കൂടി പറഞ്ഞു, ഇനി എങ്ങാനും ഒരു ഖുർആൻ ഇറങ്ങുകയാണെങ്കിൽ, ഇനി എങ്ങാനും ഒരു ഖുർആൻ അവതീർണമാവുകയാണെങ്കിൽ അതിലും മുഴുവൻ ആയത്തുകളും മടവൂരിനെ കുറിച്ചുള്ളത് മാത്രമായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആരാ പടച്ചോനെന്ന്? ധാരാ പറഞ്ഞത് സാക്ഷാൽ പകരം മുഹമ്മദ് അഹ്സനി. ആരെങ്കിലും ചോദ്യം ചെയ്തോ? ആരും ചോദ്യം ചെയ്തില്ല. ഉമ്മത്തത് ഭയങ്കര അത്ഭുതമായിട്ട് ഉമ്മാതിരി കറാമത്തുള്ള ആള് ഏനൂല്ലേ, ഔ സമ്മതിക്കണം മൂപ്പരെ കറാമത്ത് ഇങ്ങനെ കണ്ട് വലുതായി. മൂപ്പര അപ്പോഴും അവിടെ കിടക്കുക മൂപ്പൻ്റെ വീട്ടിൽ. പക്ഷെ കറാമത്ത് മൂപ്പരേക്കാൾ വലുതായി നാട് ചുറ്റാൻ തുടങ്ങി. അപ്പോഴാണ് നൗഷാദ് ഹസനി പറയണത്, അതൊന്നുമല്ല, അതിനേക്കാൾ വലിയൊരു സംഭവം എനിക്കറിയാം. എന്താണത്? അദ്ദേഹം മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ നാട്ടിലെ ഖാളിയാരെ കാണണമെന്നാവശ്യപ്പെട്ടു. അദ്ദേഹത്തെ വിളിപ്പിച്ചു. ഖാളിയാർ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. അല്ല, നിങ്ങളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കാം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. CM അറിയാതെ ലോകത്തുനിന്ന് ഒരു ഇല കൊഴിയൂല എന്നാണ് ഇവരുടെ വാദം. അപ്പോൾ ആദ്യം ആരാ മരിക്കുക എന്നുള്ള കാര്യത്തിൽ CMന് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായി. ഞാനാ മരിക്കുക നിങ്ങളാ മരിക്കാന്ന് അവിടെ ചെറിയൊരു പ്രശ്നം. കഥ എഴുതി കൊടുത്തുണ്ടായ തെറ്റാണ്. അത് എഴുതുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇടോ ഞാനാണ് ആദ്യം മരിക്കുക, എൻ്റെ മയ്യത്തിച്ച് കുളിപ്പിക്കണട്ടോ എന്നാക്കി. ഏതായാലും ഇത് മരിച്ചു കഴിഞ്ഞിക്കണല്ലോ, അതുകൊണ്ട് കഥ അങ്ങനെ ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഉണ്ടാക്കണോൻ്റെ അടുത്തും വലിയ അബദ്ധം ഉണ്ടായി. അവൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം മരിക്കണമെങ്കിൽ നിങ്ങളെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കാം, ഞാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. സംഗതി വശാൽ CM തന്നെ ആദ്യം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി. പറയപ്പെട്ട ഏറ്റെടുത്ത ഖാളി തന്നെ മയ്യത്ത് കുളിപ്പിക്കാനും വന്നു. ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളമെടുത്ത് അതിലിങ്ങനെ സോപ്പ് ഇങ്ങനെ ഞൗണ്ടി, അതിങ്ങനെ എന്താ പറയുക ഞങ്ങളിവിടെ സോപ്പ് ഇങ്ങനെ വെള്ളമാക്കുക ഒരതി പിടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിങ്ങനെ കഴുകാനുള്ള, അതിങ്ങനെ ഞൗണ്ടണയിലിടക്ക് CM തല പൊന്തിച്ച് നോക്കി കിടക്കണോടത്തുനിന്ന് ഞാൻ പറഞ്ഞ ആളെന്നെയോടാ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നിക്കണെന്ന്. അപ്പോൾ ഖാളിയാർ പറഞ്ഞു, ആന കണ്ണ് പൂട്ടിക്കാളിയും സോപ്പും വെള്ളം വയ്ക്കാൻ പോവാണ്, കണ്ണ് കായ നീറുള്ളൂ, കണ്ണ് പൂട്ടിക്കാളിന്ന് പറഞ്ഞ്. അപ്പോൾ മൂപ്പര് കണ്ണ് പൂട്ടിക്കാണ്ട് കിടന്നു കൊടുത്ത് സോപ്പും വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് കെട്ടിപ്പോയി കൊണ്ടേ കബറടക്കി. എന്താ കറാമത്ത്, മരിച്ചു കിടക്കണ ആൾ കട്ടുമെന്ന് തല പൊന്തിച്ച് നോക്കുകയാണ്. ഔലിയാക്കളെ ഇവിടേക്കാ കൊണ്ടുപോകണമെന്നറിയോ നിങ്ങൾ? മരിച്ചു കിടക്കണ ആളെ നോക്കുകയാണ്, ഞാൻ പറഞ്ഞ ആളെന്നെയാണോ വന്നിക്കിടുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമായില്ലേ? മൂപ്പര് കണ്ണ് പൂട്ടിയാൽ ആരൊക്കെ തൻ്റെ പരിസരത്തുണ്ട് എന്ന് മൂപ്പർക്കറിയൂല. കണ്ണ് തുറന്ന് നോക്കണം, ഞാൻ പറഞ്ഞോ തന്നെ വന്നിക്കണോ. പിന്നെ എങ്ങനെ ചങ്ങായിമാരെ ഇനിയിപ്പോൾ നിങ്ങൾ ആ കബറിൻ്റെ എടുത്ത് ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ മൂപ്പര് കാണുക, അവിടുന്ന് തലൊന്നിച്ച് നോക്കാൻ പറ്റുമോ? കഥ വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും കറാമത്തുകൾ ഓരെന്നെ പൊളിക്കണുണ്ട്. ഇങ്ങനെ രണ്ടാമത്തെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾക്ക് തോന്നി ഇത് പോരാ, ഇനിയിപ്പോൾ അടുത്ത ഒരു പ്രസംഗത്തിൽ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഇതിനെ വെല്ലുന്നൊരു കഥ ഉണ്ടാക്കണം. അപ്പം മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ, ഒരു ദിവസം ഒരാൾ ഗൾഫിലേക്ക് പോകുകയാണ്. ഇവർക്ക് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവും. അങ്ങനെ അയാൾ പോകണതോ, അയാൾക്ക് UAE അബൂദാബിയിലാവട്ടെ അവിടെ ഇറങ്ങേണ്ട അവസാനത്തെ ദിവസം, പോകേണ്ട ആൾ അവസാന ദിവസമല്ല, ഓൻ്റെ പാസ്പോർട്ടിലെ ഡേറ്റിൻ്റെ അവസാന ദിവസം. അങ്ങനെ ആ എയർപോർട്ടിൽ ഇറങ്ങാൻ 1 മണിക്കൂർ ബാക്കി ഉണ്ടായിരിക്കെ ആ പ്ലെയിനിൽ നിന്നൊരു അറിയിപ്പ് വന്നു, ചില പ്രശ്നങ്ങളുണ്ട് അബൂദാബി എയർപോർട്ടിൽ ഇറങ്ങാൻ, അതുകൊണ്ട് ഇറങ്ങണില്ല, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, നാളെ നിങ്ങളിവിടെ കൊടുന്നാക്കി തരും. ഇയാൾക്കാകെ ബേജാറായി, നാളെ കണ്ട് വന്ന് ഇറങ്ങാൻ പറ്റൂല, പാസ്പോർട്ടിൽ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ മൂപ്പർ എന്ത് ചെയ്തു, CMൻ്റെ പേരിൽ ഒരു ഫാത്തിഹ അങ്ങോട്ട് ഓതി. പ്ലെയിനിലിരുന്ന് കണ്ട് CMനോട് ഉടനെ തന്നെ CM പറന്നു പറന്ന് പറന്ന് പറന്ന വിമാനത്തിൻ്റെ മോന്ത, അതിൻ്റെ മുഖഭാവം അത് പിടിച്ചിട്ട് അബൂദാബിക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ട് അബൂദാബിയിൽ കൊടുന്നുകൊണ്ട് ഇറക്കി കൊടുത്ത് CM.
പ്ലെയിൻ എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് മൂപ്പർക്ക്. കഥ ഉണ്ടാക്കിയ ആൾക്കേ മൂപ്പരചാരം കാളവണ്ടിയാന്നാ. എന്താ ഈ പറയണത് സഹോദരങ്ങളെ? ഇനി എന്തെങ്ങൾക്ക് വേണ്ടത്? ഇങ്ങനെ കറാമത്തുകൾ കൊണ്ട് മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തെ. വേറെ ഒരാൾ പറഞ്ഞു, ഒരു ദിവസം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വലിയ ഒരു ഔലിയ, അദ്ദേഹം നേരിട്ട് ശൈഖുനയുടെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ല നിങ്ങളിപ്പോൾ എവിടെയാണ്? മൂപ്പൻ്റെ വീട്ടിലും മലന്നിങ്ങനെ കിടക്കണോടത്ത് വന്നിട്ട് ചോദിക്കുക, നിങ്ങളിപ്പോൾ എവിടെയെന്ന്. ചോദിച്ചോൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. നിങ്ങൾ കിടക്കണ സ്ഥലത്ത് വന്നിട്ടാണ് ചോദിക്കണം എവിടെയെന്ന്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഞാൻ അർശിലേക്ക് നോക്കി. ആര് ചോദിക്കണ ആള്? മൂപ്പരെ വലിപ്പം നോക്കുകയാണ് നിങ്ങൾ. അർശിലേക്ക് ഞാൻ നോക്കി, അർശിൽ നിങ്ങളെ കണ്ടില്ല. ഞാൻ കുർസിയിലും നോക്കി, കുർസിയിലും നിങ്ങളില്ല. അപ്പം അർശും കുർസിയൊക്കെ അപ്പോൾ ആരുതാ? എങ്ങനെ ഇത് പെട്ടെന്ന് പടച്ചോനായതല്ല. നിങ്ങളെ ഞാൻ ഒരു പാട്ടുകൊണ്ട് ഇത് പെട്ടെന്നുണ്ട് പടച്ചോനായതാന്നാ. ഇവിടെ സെയ്ദ് സുല്ലമിയോ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൽ പറഞ്ഞല്ലോ, മടവൂരാരാ പടച്ചോനോ എന്ന് ചോദിക്കുന്നവരോട് നീ ചൊല്ല്, അതേ അതേ ഞങ്ങളെ പടച്ചോൻ മടവൂരാ എന്നിപ്പോൾ പെട്ടെന്നൊരു പാട്ടുകൊണ്ട് വന്നതല്ല. അർശിലും കുർസിയിലുമൊക്കെ ആദ്യമേ ഉള്ള ആളാണ്. അപ്പം ശൈഖുനാൻ്റെ മറുപടി വന്നു, ഞാനിപ്പോൾ അതിക്കും മുകളിലാണ്. അർശും കുർസിയൊക്കെ കടന്നുപോയി അതിൻ്റെ മേലെയാണ്, അതിൻ്റെ മേലെ. ഇങ്ങനെ ഈ തരത്തിലുള്ള കഥകൾ പറയുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാളെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് എന്താണ് ഉസ്താദ് നിങ്ങൾ ഈ പറയണത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം അദ്ദേഹത്തിൻ്റെ ദഅവത്ത് മക്കയിലും മദീനയിലുമായി നടത്തിയിട്ട് അവിടുത്തെ സ്വഹാബാക്കളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ബാക്കിയായിരിക്കുമ്പോഴാ റസൂലുള്ള വഫാത്താകുന്നത്. ഏതെങ്കിലും ഒരു സ്വഹാബിമാരെ പറ്റി ഈ തരത്തിലുള്ള ഒരു കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. എന്തേ? അവർ യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ ഔലിയാക്കളായിരുന്നു. അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായിരുന്നു. അതുകൊണ്ട് അവരെ പറ്റി ഇല്ലാത്തതൊന്നും പറയാൻ ആർക്കും തോന്നൂല. ഇനി എങ്ങനെ തോന്നുന്നത്? ഈ മനുഷ്യൻ്റെ ജീവിതം, എനിക്ക് ആ വ്യക്തിയോട് യാതൊരു വെറുപ്പുമില്ല. എന്തേ? അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഒരു വ്യക്തികളോടും വെറുപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞതും അദ്ദേഹത്തെ പറ്റി ആളുകൾ പറഞ്ഞതും അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന കാര്യങ്ങളാണ്. ഒരൊകത്ത് നമസ്കാരം നിർവഹിക്കാതെ 10-ലധികം വർഷം ഒരിറ്റ കട്ടിലിൽ കിടന്നിട്ടുണ്ട്. കട്ടിലിൽ മൂപ്പര് വെറുതെ കിടന്നതല്ല, വലിയ രോഗിയായിരുന്നു അദ്ദേഹം. പ്രമേഹം, ഷുഗർ എന്ന രോഗം മൂത്തിട്ട് കാലിലും ശരീരത്തിലും മുറിവുകൾ വന്ന് പഴുത്ത് മഞ്ഞപ്പൊടി ഇങ്ങനെ ഇടും മുറിൻ്റെ മേലെ. മടവൂരിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മടവൂരിനെ ഒരു സെക്കൻഡെങ്ങാനും കാണാൻ ഒരു മനുഷ്യന് ഭാഗ്യം ലഭിച്ചാൽ അവന് പിന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ശൈഖുനാ നൗഷാദ് അഹ്സനി ഒരു സെക്കൻഡ് മൂപ്പരെ കണ്ടാൽ നരകം സ്പർശിക്കൂല. ആരാണപ്പോൾ? മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊരു സെക്കൻഡ് നോക്കാൻ ഭാഗ്യം ലഭിച്ചവന് 1000 വർഷം എന്ത് ഇബാദത്ത് ചെയ്താലും ആ ഒരു സെക്കൻഡിലേക്ക് എത്തൂല. ഇതൊക്കെയാണ് ഇപ്പം നമ്മളെ നാട്ടിലെ ഔലിയാക്കളിലുള്ള വിശ്വാസം. എങ്ങനെ അത് സംഭവിച്ചു? അദ്ദേഹത്തിന് ജീവിതത്തിൽ നമസ്കാരം എന്ന് പറയുന്ന സമ്പ്രദായം അദ്ദേഹത്തിന് ഒഴിവായി, നോമ്പൊഴിവായി, ബാക്കിയുള്ളതൊക്കെ ഒഴിവായി. എങ്ങനെ ആ സാഹചര്യത്തിലേക്ക് വന്നു എന്നതിന് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം എൻ്റെ വ്യക്തിപരമായിട്ട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് അന്നുണ്ടായിരുന്ന ആളുകളും അയൽവാസികളും നാട്ടുകാരുമായ പല ആളുകളോടും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് മുഹയ്യിദ്ദീൻ എന്ന് പറയുന്ന ഒരു പഴയൻ അദ്ദേഹത്തെ പറ്റിച്ചതാണ്. പുലിമൊയ്തീൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഈ പുലിമൊയ്തീൻ കാസർഗോട്ടുകാരനാ എന്നാണ് പറയപ്പെടുന്നത്. വ്യക്തമായിട്ട് ആർക്കും അറിയില്ല പുലിമൊയ്തീൻ എവിടുത്തേരനാണ്. കാസർഗോട്ടുകാരനാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു കൗലുണ്ട്. അയാൾ വന്ന് ഈ മനുഷ്യനെ സ്മോക്കിംഗ് പഠിപ്പിച്ചു, വലി പഠിപ്പിച്ചു. പിന്നീട് ഇദ്ദേഹം ചെയിൻ സ്മോക്കറായി മാറി.
ഈ മൊയ്തീനെ കാണാതാവുമ്പോൾ അദ്ദേഹത്തിന് പ്രശ്നമാവും. ഇദ്ദേഹം മൊയ്തീൻ ഉള്ളോടത്ത് കണ്ടുപോകും. മൊയ്തീൻ എവിടെ ഉള്ളതെന്ന് അന്വേഷിച്ചിട്ട് മൊയ്തീൻ്റെ അടുത്ത് പോയാൽ ദിവസങ്ങളോളം മൊയ്തീനും ഇയാളും ഒരു റൂമിൽ വാതിൽ അടച്ചിട്ട് അവിടെ ഇരിക്കും, വലിയിരുന്നു. ഈ വലിയിലാണ് ഈ പാവം മനുഷ്യൻ പള്ളിയിൽ നിന്ന് പോകേണ്ടി വന്നത്. ഒരു പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന ഒരു മുദരീസാണ്. കുട്ടികളൊക്കെ പറഞ്ഞയച്ചു. മൂപ്പരും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി, പിന്നെ നടക്കലായി. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഫസ്റ്റ് തുടക്കം. അങ്ങനെയാണ്. സ്മരണികകളിലൊക്കെ ചിലപ്പോൾ പലയിടത്തും അതിങ്ങനെ കോറിയിട്ടിട്ടുണ്ട്, പുലി മൊയ്തീനെ പറ്റിയിട്ടും ചെയിൻ സ്മോക്കറായിരുന്നു എന്നതിനെ പറ്റിയിട്ടും. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം സ്വന്തം ഉമ്മാനെ വിട്ടു. ഉമ്മാനെ തിരിഞ്ഞു നോക്കാതായി, സ്വന്തം സഹധർമ്മിണനെയും തിരിഞ്ഞു നോക്കാതെയായി. മീസാക്കൻ ഖലീദാ, ഏറ്റവും ശക്തമായ കരാറ് ആ നിക്കാഹിനാൽ കൂട്ടിക്കൊണ്ടുവന്ന തൻ്റെ സഹധർമ്മിണിക്ക് വേണ്ടതൊന്നും കൊടുക്കാതെയായി. ഭക്ഷണമില്ല, ഒന്നുമില്ല, സോപ്പില്ല, എണ്ണയില്ല, ഒരു സാധനവുമില്ല വീട്ടിൽ. അവരാകെ പ്രയാസത്തിലായി. അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങള് വീട്ടിൽ വന്നപ്പോൾ ഉമ്മയും സഹധർമ്മിണിയും ഈ വിവരം പറഞ്ഞു. ഇവിടെ ആകെ പട്ടിണിയിലാണ്, പ്രശ്നമാണ്. അബൂബക്കർ ഇങ്ങോട്ട് വന്നിട്ട് കുറേ ദിവസമായി, മാസങ്ങളായി അബൂബക്കറിനെ കാണാനില്ല. അപ്പോൾ ഈ പെങ്ങള് അബൂബക്കറിനെ അന്വേഷിച്ചൊന്ന് പുറത്തിറങ്ങി. ചില ആൾക്കാരോടൊക്കെ ചോദിച്ച്, ഇനി അബൂബക്കറിനെ കണ്ടീനോ? അവരുടെ തന്നെ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കണ്ടു. അബൂബക്കറെ, എവിടെയായി? എവിടെ എൻ്റെ ഉമ്മ പേരയിലില്ലടോ? ഇജി കെട്ടിക്കൊടുന്ന എൻ്റെ പെണ്ണ് പേരയിലില്ലേ? അവർക്കെന്തെങ്കിലും കൊടുക്കണ്ടേ? അതെൻ്റെ ബാധ്യതയല്ലേ? ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ. സ്വന്തം പെങ്ങള് ഷെയ്ഖുനാന്നല്ല വിളിച്ചത്, അബൂബക്കറേന്നാ വിളിച്ചത്. എന്തേ? പെങ്ങൾക്കറിയാം ഇതാരും അബൂബക്കറാണ്. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല, വെറും അബൂബക്കർ. ആ അബൂബക്കറിനോട് പെങ്ങൾ ചോദിക്കുക, എൻ്റെ അമ്മയും എൻ്റെ കെട്ടിക്കൊടുന്ന പെണ്ണും പേരയിലില്ലടോ, അവർക്കെന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ മൂപ്പർ ഇങ്ങനെ ആലോചിച്ചിട്ട് ശരിയാണെന്ന് തോന്നി. മൂപ്പരൊരു വെള്ള കടലാസ് എടുത്ത് അതിലിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി. നിങ്ങളെന്താ വിചാരിച്ചത്? അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിക്ക് ഇവർക്ക് ആവശ്യമുള്ള സാധനമൊക്കെ കൊടുക്കണം എന്നൊരു കത്താ? അല്ല. എന്താ എഴുതിയെന്നറിയോ? ഞാൻ കെട്ടിക്കൊണ്ടുവന്ന സൈനബിനെ 3 തൊലാക്കും ഞാൻ ചൊല്ലിയിട്ടുണ്ട്, അവളെ ശല്യം കണ്ട് ഒഴിവാക്കിക്കാളേന്ന് 3 തൊലാക്കും ചൊല്ലി ഒരു കടലാസിൽ എഴുതിയിട്ട് പെങ്ങളെടുത്ത് കൊടുത്തു. 3 തൊലാക്ക് ചൊല്ലുക എന്നത് ഇസ്ലാമികമാണോ? അല്ല എന്നാ പേരോട് പറഞ്ഞത്, പറ്റൂല എന്നാ പേരോട് പറഞ്ഞത്. നിങ്ങൾ സാക്ഷാൽ പേരോടിനെ വിളിച്ച് ചോദിക്കുക, ഒരാൾക്ക് 3 തൊലാക്ക് ചൊല്ലി പെണ്ണിനെ ഒഴിവാക്കാൻ പറ്റുമോ? ആളെയും നിങ്ങളിപ്പോൾ പറയണ്ട. ആളെ പറഞ്ഞാൽ മൂപ്പര് വകുപ്പ് മാറ്റും. അതിന് പറ്റിയ ആളെ പേരോട് CM ചെയ്തിക്കണമെന്ന് പറഞ്ഞാൽ മൂപ്പര് പറയും അങ്ങനെയും ആവാം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് CM എന്ന് ആദ്യം പറയണ്ട. നമ്മളങ്ങനെ അയലൊക്കത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉസ്താദ്, ഒരാൾ 3 തലാക്കും ചൊല്ലി എന്നിട്ട് ഒരു കടലാസ് കൊടുന്ന് നിൽക്കണം, അത് തലാക്കാവുമോ എന്ന് ചോദിച്ചു നോക്കി. മൂപ്പര് പറയും തലാക്കാവൂല. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. ഉമ്മാനെ പിന്നെ തലാക്കെല്ലാം പറ്റൂല, അതുകൊണ്ട് ഉമ്മാനെ പറ്റി പരാമർശമൊന്നുമില്ല. മൂപ്പരിത് പെങ്ങളെടുത്ത് കൊടുത്ത് മൂപ്പര് പിന്നെയും പോയി. ജീവിതകാലത്ത് സ്വന്തം ഉമ്മനെയും പെണ്ണുങ്ങളെയും നോക്കാത്ത ആളെയാണ് നമ്മളെ സഹോദരങ്ങൾ ഇപ്പോൾ വിളിച്ച് തേടുന്നത്. ഞങ്ങളെ കാക്കണം മടവൂരേ, ഞങ്ങളെ നോക്കണം ഷെയ്ഖോരേ, ഉങ്ങളെ തുണയല്ലാത്തൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. ഹയ്യെന്നവരുടെ ഹുബ്ബിലലിഞ്ഞ് ഹല്ലാജിനും ഫൗക്കിലായവരെ ഞങ്ങളെ നോക്കണം കേട്ടോ. ആരോട്? അബൂബക്കർ. ഉമ്മാനെയും പെണ്ണുങ്ങളെയും നോക്കാത്ത ആളോട് നിങ്ങളേറ്റ് എന്ത് ബന്ധ കൂട്ടരെ അയാൾക്കുള്ളത്? ജീവിതകാലത്ത് സ്വന്തം കുടുംബത്തെ നോക്കാത്ത ആൾ മരിച്ച് മണ്ണായി കിടക്കണ്. ഇനി കേൾക്കൂല അയാൾ, ഇയാൾ കേൾക്കൂല എന്ന് ഉറപ്പാ. അല്ലാഹ് പറഞ്ഞതാ, ഇന്നക ലാ തുസ്മിഉൽ മൗതാ. എൻ്റെ മുഴുവൻ ഖബർ സിയാറത്ത് നിർത്തിയത് ഈ ആയത്തുമ്മേ. ഞാൻ പോവാത്ത ജാറങ്ങളില്ല നാട്ടിൽ, ഞാൻ പോവാത്ത എൻ്റെ ഉസ്താദുമാരോടൊപ്പം ഞാൻ ചുറ്റാത്ത ജാറങ്ങളില്ല കേരളത്തിലും അതിനപ്പുറവും. ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്കാവില്ലെന്ന ആയത്ത് ഉസ്താദ് പറഞ്ഞപ്പോൾ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ മരിച്ചവർ കേൾക്കൂലേ? ഉസ്താദ് പറഞ്ഞു അല്ലാഹ് കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഇനി കേൾക്കുമെന്ന് പറയാൻ ആരടാ ഉള്ളത്? അല്ലാഹ് കേൾക്കൂല എന്ന് പറഞ്ഞു കേൾക്കും എന്ന് പറഞ്ഞാൽ ആരാ ഉള്ളത്? അപ്പം ചോദിച്ചു, ഉസ്താദെ അജ്മീർ, നാഗൂർ, മുത്തുപ്പേട്ട, ഏർവാടി, മുനമ്പം, മമ്പുറം ഇവിടെയൊക്കെ പോയിട്ട് നമ്മളെ കാര്യങ്ങൾ പറയണത് മരിച്ചവരോടല്ലേ? അപ്പോൾ ഉസ്താദ് ചോദിച്ചു, ആരടാ എന്നോട് അങ്ങനെ പറഞ്ഞത്? ഓരോട് കാര്യങ്ങൾ പറയണം. ഇസ്ലാമിൽ ഓരോട് ദുആ ചെയ്യാൻ വല്ല അധ്യാപനം ഉണ്ടോ? ചോദിച്ചു ഇല്ലേന്ന്. ഇല്ല. ഉസ്താദ് പറയും ഇല്ല. മരിച്ചവരോട് ഇല്ല.
മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മരിച്ചവരോടുള്ള പ്രാർത്ഥന ഇസ്ലാമിലില്ല. അങ്ങനെ സിയാറത്ത് അവസാനിപ്പിച്ച ആളാണ് ഞാൻ. നമ്മൾ പറഞ്ഞു ഒരു കേൾക്കൂല എന്നുണ്ടെങ്കിൽ ഓരോരുത്ത് ചെന്നിട്ടാണ് നമ്മളെ പ്രശ്നങ്ങൾ പറയണത്. എൻ്റെ വീട്ടിൽ കള്ളം കടന്നു. ചെറുപ്പത്തിലാണ്, എൻ്റെ എൻ്റെ ഉമ്മി ഞാനും കാക്കാരോ കൂടി അമ്മാവൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയ ദിവസം രാത്രി കള്ളന്മാർ വന്ന് വീട് വിളിച്ച് പഹന്മാരെന്താ കൊണ്ടേതെന്ന് അറിയാം നിങ്ങൾക്ക്? ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് സങ്കടമാണ്. എൻ്റെ ഒപ്പം എനിക്ക് കൊടുത്തയച്ച ചെക്കള്ളി കുപ്പായശീലയും പാൻറ്റുമാണ് കൊണ്ടുപോയത്. എൻ്റെ അമ്മാനോട് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ഉമ്മ അന്ന് അടിച്ചെന്നാളി അന്നത്തെ ഒരു ചെക്കള്ളി കുപ്പായം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നത്തെ കുട്ടികൾക്ക് ചെക്കള്ളി അറിയില്ല. ഈകളും ചെക്കള്ളിയും കൂടി തമ്മിൽ ഭയങ്കര ഫൈറ്റ് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ അമ്മാനോട് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ഉമ്മ ഒന്നും അടിച്ചെന്ന്. ഉമ്മാനെ മോനെ നമുക്ക് പെരുന്നാൾക്ക് അടിക്കാടാന്നിട്ട് എടുത്തച്ചതായിരുന്നു. കള്ളം കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞങ്ങളുടെ കുടുംബത്തിലൊരു അമ്മായി ഉണ്ട്, ഞങ്ങളുടെയൊക്കെ നേതൃത്വം നൽകുന്നൊരു അമ്മായി. നല്ല ഉമ്മയായിരുന്നു, നല്ല അമ്മായിയായിരുന്നു, പ്രായമുള്ള ആൾ, നല്ല തക്കവയുള്ള ആളായിരുന്നു. പക്ഷേ അമ്മായി വന്നിട്ട് പറഞ്ഞു, മോനെ ഈ മമ്പുറത്ത് പോയിട്ട് പാപ്പാനോട് വിവരം പറയണം. ഇത് നമ്മൾ അറിയണ ആരോ കൊണ്ടേതാ, നിങ്ങളിവിടെ ഇല്ലയെന്ന് അറിഞ്ഞ ദിവസം തന്നെ വന്ന് കൊണ്ടേത് നമ്മളെവിടെ ചുറ്റുവട്ടത്തുള്ള ആളാ, ആരാന്ന് നമുക്ക് അറിയണം, മുതലൊന്നും കിട്ടണ്ട. അതുകൊണ്ട് മോന് മമ്പുറത്തേക്ക് അവിടെ ചെന്നിട്ട് പാപ്പാനോട് വിവരം പറയുമെന്ന് പറഞ്ഞു. ഞാൻ മമ്പുറത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് പാപ്പാനോട് പറഞ്ഞു, യാസീനൊക്കെ ഓതി പാപ്പാനോട് പറഞ്ഞു, ഞാൻ വന്ന കാര്യം എന്താണെന്ന് പാപ്പ നിങ്ങൾക്കറിയാലോ, എൻ്റെ വീട് കുത്തിപ്പൊളിച്ച് കള്ളന്മാർ കുറേ സാധനം കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് ആരാണ് അവരെന്ന് എനിക്ക് തോന്നിപ്പിച്ചു തരണേ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. വീട്ടിലെത്തി അമ്മായി പോയില്ല, അമ്മായി കാത്തിരുന്ന് അവിടെ. പറഞ്ഞോ മോനേന്ന് ചോദിച്ചു. പറഞ്ഞെന്ന് പറഞ്ഞു. എൻ്റെ കുട്ടി അടുത്ത സലാത്തിൻ്റെ ദിവസം അവിടെ പോയിട്ട് അവിടെ ആ മജ്ലിസിലിരുന്ന് ഇങ്ങനെ സലാത്ത് ചെല്ലുമ്പോൾ പാപ്പാനക്ക് ആളെങ്ങനെ ഉണ്ട് കാണിച്ചു തരും എന്ന് പറഞ്ഞു. പിറ്റത്താഴ്ച തിങ്കളാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ എന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, 35 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. ഞാൻ ചെന്നിട്ട് മമ്പുറത്തേക്ക് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത ആളുകൾ അവിടെ നിറഞ്ഞിട്ടുണ്ട്. സലാത്തിൻ്റെ ദിവസം നല്ല ആളുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോയപ്പോൾ ഒരു വെല്ലിപ്പന്നെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇപ്പം അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. അവിടെ പോലീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി, എന്താ നമ്മളെ കള്ളന്മാരെ പിടിച്ചിട്ട് പാപ്പാൻ്റെ അടുത്ത് കൊടുന്ന് ആക്കിയത് ഇരിക്കുന്നു. കാരണം അന്ന് അത്രയല്ലേ നമ്മൾ ആലോചിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ഇവിടെ പറഞ്ഞ കേസിൻ്റെ കാര്യം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ആണ് പോയപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അങ്ങോട്ട് പോകല്ലേ, അവിടെ പോലീസ് ഉണ്ട്, ഓരോ നിന്ന് പോയിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തേന്ന് ചോദിച്ചാൽ പറഞ്ഞു, പാപ്പാൻ്റെ തലക്കാമ്പുറത്തുള്ള ഭണ്ഡാരപ്പെട്ടി ആരോ കുത്തിപ്പൊളിച്ചെടുത്ത പൈസ ഒക്കെ കൊണ്ടുപോയിക്കണ്, അത് ചോദിക്കാൻ പോലീസ് വന്നതാണ്, അന്വേഷിക്കാൻ വന്നതാണ്. പടച്ചോനെ, എൻ്റെ പേരയിൽ കള്ളം കടന്നപ്പോൾ ഞാൻ പാപ്പാനോടുള്ള പറഞ്ഞത്, പാപ്പാൻ്റെ പേരയിൽ കള്ളം കടന്നപ്പോൾ ഇവർ പോലീസിലാണ്, അവിടുത്തെ ജാറം കമ്മിറ്റി പോലീസുകാരോടാണ് പറഞ്ഞത്. അപ്പോൾ വാരം മെച്ചം. ജീവിതത്തിൽ ഉണ്ടായൊരു യാഥാർത്ഥ്യം ഈ പറയണം, ഒരു സംഭവമായി പറയണം. അങ്ങനെ ജാറങ്ങളിലേക്ക് ഓടി നടന്നിരുന്നു. ഈ ജാറങ്ങളെ മുഴുവനും പർവ്വതീകരിച്ച് വലിയ സംഭവമാക്കാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു വീഡിയോ ഇറക്കി. അദ്ദേഹം മൈത്ര ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ്. എന്താ വീഡിയോ എന്നറിയോ? കൊറോണയ്ക്ക് ശേഷം, ഇപ്പോൾ ബിഫോർ കൊറോണയും ആഫ്റ്റർ കൊറോണയാണല്ലോ, അങ്ങനെ ഇപ്പം നമ്മൾ പറയുക, അങ്ങനെ ഇപ്പം പരിചയപ്പെടുത്തുക. ആഫ്റ്റർ കൊറോണ, AC കൊറോണ, ഈ ദർഗകൾക്കൊക്കെ ഒരു മന്ദഗതി വന്ന കാലമാണ്. ആൾക്കാർ കംപ്ലീറ്റ് ദർഗയ്ക്കൊന്നും പോവാതെ ദർഗയിലേക്കുള്ള വരുമാനം മുട്ടിയിട്ട് ഇങ്ങനെ ഇടങ്ങറായിട്ട്, കാരണം ധാരാളം പണം കിട്ടി കൊഴുത്തിരുന്ന ആളുകൾക്ക് അവിടെ കൊണ്ട് പണം വരാതായപ്പോൾ അവർക്കുള്ളൊരു പ്രശ്നം. അപ്പോൾ സാക്ഷാൽ കാന്തപുരത്തിനോട് പറഞ്ഞു, അയിലക്കാട് മക്കാമിൽ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരൊരു വീഡിയോ ഉണ്ടാക്കി. അയിലക്കാട് മക്കാമിലെ മഹാൻ ഭയങ്കര കറാമത്തിൻ്റെ ആളാ, വലിയ കറാമത്ത് കാണിച്ച ആളാ, അത് എനിക്ക് തന്നെ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞു. മൂപ്പർക്ക് തന്നെ, മൂപ്പരെ വീട്ടിൽ കുടുംബക്കാരോ കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഒരു സഹോദരിയോട്ട് വീണ് മരിച്ചു. ഒരു സഹോദരി വീണു, ഒരനക്കമില്ല. ഒരു പറയും മൂപ്പര് മരിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം ഒരു കാറ് വിളിച്ച് ആ സഹോദരിയെ കാറിലിട്ട് ഞങ്ങൾ അയിലക്കാടിലേക്ക് പോയി. പോകുന്ന വഴി ചുരങ്ങനെ ഇറങ്ങി വരുന്നിടത്ത് ഈ കാറിൻ്റെ 4 ടയറും പൊട്ടി തെറിച്ചു. എന്നിട്ടും ഈ കഥ പറയാൻ കാന്തപുരസ്താദ് ബാക്കിയായല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 4 ടയറും പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെ പിന്നെ ആ കാറ് നിന്ന് ഇവരെ കൂട്ടിയിട്ട് വേറൊരു കാറിൽ പോയി. കുറച്ചാണ്ട് പോയി നോക്കുമ്പോൾ കാറിൻ്റെ മുമ്പിലേക്ക് 100 നായ്ക്കൾ വന്നിട്ടുണ്ട്, തടഞ്ഞു കാറിനെ. ഇത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഞാൻ മാത്രമായിട്ട് കേൾക്കാൻ അല്ല. 100 നായ് എന്ന് പറയുമ്പോൾ 99 എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. 100 നായ്ക്കൾ വന്നിട്ട് കാറ് തടഞ്ഞു.
അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി നായ്ക്കളൊക്കെ അങ്ങോട്ടുണ്ടാക്കി പിന്നെയും പോയിട്ട് അയലക്കാട് മക്കാമിലെത്തി. ഈ സഹോദരിയെ മക്കാമ് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്കാക്കി. 1 മണിക്കൂർ അവിടെ അതിൻ്റെ ഉള്ളിൽ ആ സഹോദരിയെ കിടത്തിയിട്ട് ഇവർ പുറത്ത് കൊണ്ടുപോകുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി തൻ്റെ വസ്ത്രം ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിങ്ങാണ്ട് പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പള്ളൻ്റെ അവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ പാടും മൂപ്പർ കണ്ട് എന്ന് പറഞ്ഞു. കഥയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, വിശദീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അങ്ങനത്തെ കറാമത്ത് പറഞ്ഞ അയലക്കാട് അവിടെ ഉണ്ടായിട്ടും കാന്തപുരം ഉസ്താദിന് ഒരു കുഴച്ചിൽ വന്ന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഉസ്താദിനെ കൊണ്ടുപോയത് മൈത്ര മക്കാമിലേക്കാണ്. അവിടെ തൈസിയിലേക്കാണ് ഉസ്താദിനെ കൊണ്ടുപോയത്. എന്തേ ഉസ്താദ് തന്നെ പറഞ്ഞ അയലക്കാട് മക്കാമിൽ എന്തേ ഉസ്താദിനെ കൊണ്ട് 1 മണിക്കൂർ ഒന്ന് കെടുത്താഞ്ഞേ ചോദിച്ചാൽ പ്രശ്നമാണ്. എൻ്റെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിരുന്നത് CM ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ മരണശേഷവും എന്നെ നിയന്ത്രിക്കുന്നത് CM ആണ് എന്ന് പച്ചയായിട്ട് പറഞ്ഞ ആളാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. എന്തേ മൈത്ര ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നത് മടവൂർ മക്കാമിലേക്ക് എന്തേ കൊണ്ടുപോകാതിരുന്നത്? അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് മൂപ്പരല്ലേ. ഇനിയിപ്പോൾ മക്കാമ് മാറി മൈത്ര മക്കാമിൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയി നിൽക്കുക. ആ ആശുപത്രിയിൽ വന്നിട്ട് ചികിത്സയിൽ സുഖപ്പെടുത്താൻ എന്തുകൊണ്ട് CM വന്നില്ല? CM വരാത്ത സ്ഥലമുണ്ടോ? എത്ര സ്ഥലത്ത് CM വന്നിട്ട് രോഗം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹയ്യുല്ലാ യമൂത്ത്, മരണമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഔലിയാണ് CM. ഇപ്പോഴും ആ കുളത്തിൽ വന്ന് മൂപ്പര് കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ആ കുളത്തിൽ, നിങ്ങൾ ആ കുളം കണ്ടിക്കണം, നിങ്ങൾ ആ കുളത്തിൽ പൈസ ഇങ്ങനെ ഇട്ടിക്കുക, നാണയത്തൊട്ടുകൾ ഇടണവനക്ക് മൂണുണ്ട്, നോട്ട് ഇടുന്നില്ല. നാണയത്തൊട്ടുകൾ ഞാൻ പോയി കണ്ടിരിക്കണം. ഇപ്പം അടുത്താണ് CMൻ്റെ മക്കാമിൻ്റെ തൊട്ടടുത്ത് നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് എനിക്കണ്ട് പോകാൻ പറ്റിയില്ല, കാരണം അന്ന് പോകാൻ പറ്റില്ല. അതിൻ്റെ മുമ്പ് നമ്മുടെ മടവൂർ മുഹമ്മദ് അലി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ആ മക്കാമിൻ്റെ അടുത്തുള്ള ആ ഖബർസ്ഥാനത്തിലാണ് മുഹമ്മദ് അലിയുടെ മയ്യത്ത് ഖബറടിക്കുക. അന്ന് ഈ മക്കാമിൻ്റെ ഉള്ളിലൊക്കെ ഞാനൊന്ന് പോയി നോക്കി. അപ്പോൾ ഈ കുളത്തിലുണ്ട് നാണയങ്ങൾ. അപ്പോൾ പറയാം അത് CM കുളിക്കാൻ വരുന്ന കുളമാണ്. എപ്പോഴും ഇന്നെല്ലാം കൂടി വന്നീന്ന് പറഞ്ഞു. അങ്ങനത്തെ ആൾ എന്തേ മൈത്ര ആശുപത്രിയിൽ വന്നിട്ട് APയെ സുഖപ്പെടുത്താതിരുന്നത് എന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരായ ചില വാക്കബിമാരും അതുപോലെ തന്നെ ഹസനിമാരൊക്കെ ഉണ്ട്, ഓരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എടാ എനിക്കറിയില്ലേ മൈത്രിയിൽ അങ്ങനെ മുജാഹിദുകളാണ്, അവിടേക്കുണ്ട CM വരിക? വേറെ എവിടെയെങ്കിലുമാണ് CM വരണേനും പോണേനും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ മുജാഹിദുകളാണ് നിയന്ത്രിക്കപ്പെടുന്നതാ. അതുകൊണ്ട് അവിടേക്ക് പോയി മൂപ്പർക്ക് അല്ലെങ്കിൽ തന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ മുജാഹിദുകളെന്നാ CMന്. പിന്നെ എങ്ങനെ അവിടേക്ക് വരിക? അപ്പോൾ എല്ലോടും നിങ്ങളെ CM നിസ്കരിച്ചില്ല നാട്ടിൽ, മൂപ്പർ ഓരോ വകത്തിനും മക്കത്ത് പോയിട്ടാണ് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് മക്കത്തുള്ളവരൊക്കെ മുജാഹിദുകളല്ലേ? 1 നമ്പർ വഹാബികളാണ് മക്കത്തുള്ളവർ. ഇബ്നു മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് വളരെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കിതാബുകളെ കുറിച്ചും പ്രസംഗിക്കുന്ന, അദ്ദേഹത്തിന് തർളിയത്ത് പറയുന്ന, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വഹാബികൾ അവിടെ പോയിട്ടാണ് മൂപ്പർ ഓരോ വകത്തിനും നിസ്കരിച്ച് വരിക. ലോഹറിന് എന്തേ ഉസ്താദ് പള്ളിക്കകത്ത് വരാഞ്ഞെന്ന് വെച്ചാൽ മൂപ്പർ മക്കത്ത് നിന്ന് നിസ്കരിച്ചിട്ടുണ്ടാവും. നമ്മളവിടെ ലോഹർ നിസ്കരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളെ മക്കത്ത് ബാങ്കും കൂടി കൊടുത്തിട്ടില്ല, അവിടെ 10 മണിയായിട്ടുണ്ടാവുകയുള്ളൂ. അതാലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ ലോഹർ 12:00 ബാങ്ക് കൊടുക്കുമ്പോൾ അവിടെ 10 ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെ മൂപ്പരവിടെ പോയി നിസ്കരിച്ച് വരുന്നത്? ഈ തരത്തിലുള്ള ഒരുപാട് ഔലിയാക്കൾ ഉണ്ടാക്കുന്നു. ഇതൊന്നും ഔലിയാക്കളല്ല. ഇനി ഔലിയാക്കളെ പറ്റി ഖുർആനിൽ പറഞ്ഞ ഒറ്റ സംഭവം ഞങ്ങളുടെ മുമ്പിൽ പറയാം. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരെ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, വിശ്വസിച്ചതിൻ്റെ പേരിൽ അവരുടെ രാജ്യത്ത് നിന്ന് ഇറങ്ങിപ്പോന്നവരാണവർ. അവർ പോരുന്ന വഴിയിൽ അള്ളാഹു അവരൊരു ഗുഹയിലേക്ക് പ്രവേശിപ്പിച്ചു. ആ ഗുഹയിലേക്ക് കയറുന്ന സമയത്ത് ആ ഔലിയാക്കൾ അതിലേക്ക് കയറിയ ഉടൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? നമ്മളൊക്കെ ഓതിപ്പോയ പിന്നതാണല്ലോ, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുകയാണ്. ഔലിയാക്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിൽ. അങ്ങനെ അവരതിൽ അവരുറങ്ങിയിട്ട് എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ പരസ്പരം ചോദിച്ചു, നമ്മളിപ്പോൾ എത്ര ആയി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എത്ര സമയം നമ്മൾ ഉറങ്ങിയെന്ന്? അവർ പറയാം യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസത്തിൻ്റെ ഒക്കെ ഒരു പകുതിയോളൊക്കെ അല്ലേ നമ്മളിപ്പം കണ്ടാൽ കയറിയിട്ടായിട്ടുള്ളൂ. ഔലിയാക്കളാണ്, അള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത ഔലിയാക്കളാണ്.
അവർക്ക് എത്ര ദിവസം ഇവിടെ കിടന്ന് ഉറങ്ങിയെന്ന് അവർക്ക് അറിയില്ല എന്ന് അള്ള നമുക്ക് പറഞ്ഞു തരിക. അവരെ പരിമിതിയാണ് അള്ള പറഞ്ഞു തരുന്നത്. അദ്ദേഹം പറഞ്ഞത് അവരെ ഹൈലൈറ്റ് ചെയ്തത് അള്ള ഇങ്ങനെ: 300 വർഷം ആ ഗുഹയിൽ കിടന്ന ആളുകൾ അവർ എത്ര അതിൻ്റെ ഉള്ളിൽ കിടന്നു എന്ന് അവർക്ക് ആർക്കും പരസ്പരം അറിയില്ല. എല്ലാവരും പറഞ്ഞു യൗമൻ ഔ ബഅ്ള യൗം, ഒരു ദിവസമോ അതിൻ്റെ കുറച്ച് ഭാഗമോ. അപ്പോൾ എത്ര പേർക്ക് അറിയാം? അവരുടെ മടിക്കീശയിൽ അവർ നാട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കരുതിയ പൈസ ഉണ്ട്, അവരെടുത്ത് കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ എടുത്തിട്ട് ഒരാളെടുത്ത് എല്ലാവരും കൊടുത്തിട്ട് പറയാ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ നോക്ക്. ആ ഔലിയാക്കൾക്ക് അവരുടെ കയ്യിലെ പണത്തിൻ്റെ മൂല്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട് ഇനിതാരും എടുക്കാത്ത കറൻസിയാണ്, നോട്ടാണ്, അല്ലെങ്കിൽ പൈസയാണെന്ന് അവർക്ക് അറിയില്ല. സ്വന്തം മടിക്കീശയിൽ കരുതിയ പണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടത് അറിയാത്ത ഔലിയാക്കൾ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഔലിയാക്കൾ, അതാണ് ഔലിയാക്കൾ. അവരുടെ പ്രത്യേകത അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാന്ന, ഓരോ പരിചയപ്പെടുത്തി തരല്ല. ആ റബ്ബിൽ ഞങ്ങൾ തവക്കുല് ചെയ്ത് അള്ളാഹു ഞങ്ങൾക്ക് മതിയായവനാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അള്ള ഞങ്ങളെ സംരക്ഷിച്ചു. അങ്ങനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു അള്ള ഉണ്ട് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരിക. സഹോദരങ്ങളെ, ഇതാണ് ഹക്ക്. ഒരൊറ്റ ചരിത്രം കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത സ്വഹീഹായ ഒരു ചരിത്ര സംഭവമാണ്. ഒരു ഗുഹയിൽ 3 ആളുകൾ അകപ്പെടുന്നത്. ആ ഗുഹാമുഖം വലിയൊരു കല്ല് വന്നടഞ്ഞു. അവർ 3 പേർക്കും പുറത്ത് കിടക്കാനുള്ള സാഹചര്യമില്ല. വെളിച്ചം പോലും പോയി, പുറത്ത് കാണാൻ പറ്റാതായി. അവർക്ക് തള്ളിയാൽ നീങ്ങാൻ പറ്റുന്ന കല്ലല്ല. നിങ്ങൾ കവളപ്പാറയിലൊക്കെ പോയാൽ ആ സംഭവത്തെ നമുക്ക് ശരിക്കുണ്ട് മുഖത്തുണ്ട് കാണിച്ചു തരും കേട്ടോ. 2-3 ആനയോളൊക്കെ വലുപ്പമുള്ള കല്ലുകൾ എവിടുന്നാ ഉരുണ്ട് വന്നതെന്ന് നമുക്കറിയോ? ചുരൽമലയിലൊക്കെ സംഭവിച്ചതുപോലെ അതുപോലത്തെ ഒരു കല്ല് ഉരുണ്ട് വന്ന് ഇവരുടെ ഗുഹാമുഖം അടഞ്ഞതാ. അവർക്കത് തള്ളി നീക്കി പുറത്തു വരാൻ കഴിയുന്നില്ല. അവരിൽ ഒരാൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാ, ഞാൻ എൻ്റെ മാതാപിതാക്കൾ വളരെ പ്രായാധിക്യം വന്ന സമയത്ത് പോലും അല്ലാഹുവേ അവരെയാണ് പരിഗണിച്ചിട്ടുള്ളത്. എൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യങ്ങൾ പിന്നേക്ക് വെച്ച് ഇവരെയാണ് പരിഗണിച്ച് ഞാൻ അവരെ നോക്കിയിട്ടുണ്ടല്ലോ, അവർക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടല്ലോ. അത് നിന്നെ മാത്രം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് അല്ലാ, ആ ഒരു അമൽ നീ കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ആ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്ല് ഒന്ന് അനങ്ങി, ഒന്നും കണ്ട് മാറി പുറത്തുനിന്ന് വെളിച്ചെങ്ങനെ കാണുന്ന പോലെയായി. പുറത്ത് കിടക്കാൻ വഴിയില്ല. ഇപ്പോൾ ബാക്കി 2 ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. ഈ 2 ആൾക്കാർ, ഒരാൾ വീണ്ടും പ്രാർത്ഥിച്ചു അള്ളാഹിനോട്, അല്ലാ പടച്ചവനെ, എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമായി ഏറെക്കാലം ഞാൻ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ഒരു പെണ്ണ്, അവളോട് നീ എനിക്ക് വേണം നിന്നെ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു 100 ദിർഹം നീ സമ്പാദിച്ചു വാ എന്ന് പറഞ്ഞപ്പോൾ 100 ദിർഹത്തിന് വേണ്ടി ഞാൻ പരക്കം പാഞ്ഞു സമ്പാദിച്ചു. ആ 100 ദിർഹവുമായി അവളെടുത്ത് ചെന്നപ്പോൾ മുഴുവൻ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അള്ളാഹുവിനെ നീ ഭയപ്പെടണം കേട്ടോ, നീ അള്ളാഹിനെ പേടിക്കണം. അപ്പം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ റബ്ബേ നിന്നോടുള്ള പേടി വന്നു. ആ മ്ലേച്ഛ വൃത്തിയിൽ നിന്ന് ഞാൻ മാറി നിന്നു. അല്ലാ, അത് നിന്നോടുള്ള ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ. നിനക്കതറിയാം. ഞങ്ങളുടെ ആ ഒരു പ്രവൃത്തി നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. ആ കല്ല് കുറച്ചും കൂടി നീങ്ങിക്കൊടുത്തു. ഇനി ഒരാളും കൂടി എൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞു? അല്ലാ, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുത്തൻ, അവന് പോകുമ്പോൾ അവൻ്റെ ആ ജോലി ചെയ്തതിൻ്റെ വേതനം അവൻ മേടിക്കാതെയാണ് പോയത്. പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞു വന്നു. യാ അബ്ദല്ലാ, എൻ്റെ ആ പൈസ കൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ആ പണം ഞാൻ മാറ്റിവെച്ച് കുറച്ച് കന്നുകാലികളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാലങ്ങൾ കൊണ്ട് ആ കന്നുകാലികൾ പെറ്റുപെരുകി ഒരുപാടായി, വലിയൊരു കൂട്ടമായി. ചോദിച്ചു വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇത് നിൻ്റേതാണ്, അത് മുഴുവനും നീ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എന്നെ പരിഹസിക്കുകയാണോ? ഞാൻ ജോലി ചെയ്തതിൻ്റെ എൻ്റെ ഹക്ക് നിന്നോട് ചോദിക്കുമ്പോൾ നീ എന്നെ പരിഹസിക്കുകയാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, അത് മുഴുവനും നിൻ്റെ ഹക്കാണ്. ഹക്ക് ഞാൻ തീർത്തു കൊടുത്തു. അല്ലാ പടച്ചവനെ, ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തണേ. കണ്ടോ, ആ കല്ലങ്ങ് മാറിക്കൊടുത്തവർ രക്ഷപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ കഥയിലേക്ക് ഒന്നുകൊണ്ട് തിരിച്ചു വരും. നിങ്ങൾ ഈ കഥയിലേക്കൊന്ന് തിരിച്ചു വരും. 1-ാമത്തെ ആൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കല്ല് ലേശം നീങ്ങിയില്ലേ? ബാക്കി 2 ആളത് കണ്ടില്ലേ?
നമ്മളെ നാട്ടിലെ സമ്പ്രദായം വെച്ചാണെങ്കിൽ ഇനി എന്താ വേണ്ടത്? ഈ ബാക്കി രണ്ടാളും കൂടി ഒന്നാമനെ പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങളെന്നെയാണ് അള്ളാൻ്റെ വലിയ, നിങ്ങൾ ഈ കല്ലൊന്ന് നീക്കി തരീന്ന് പിന്നെ മൂപ്പരോടാ പറയണത് അല്ലേ? ഇനി ഇവരെ രണ്ടാളെന്താ പറയേണ്ടത്? നിങ്ങളെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഈ കല്ല് നീങ്ങട്ടെ. അങ്ങനെ ഉണ്ടായോ? ഉണ്ടായില്ല. രണ്ടാൾ പ്രാർത്ഥിച്ചപ്പോൾ കുറച്ചും കൂടി നീങ്ങിയപ്പോൾ മൂന്നാമൻ എന്താ വേണ്ടത്? നിങ്ങൾ രണ്ടും തന്നെ വലിയ മഹാന്മാർ, നിങ്ങളെ രണ്ടാളെയും ബർക്കത്ത് കൊണ്ട് ഈ കല്ലങ്ങ് നീങ്ങട്ടെ എന്ന് പറഞ്ഞോ? ഇല്ല. എന്തേ? അവർ ഒറിജിനൽ ഔലിയാക്കളായിരുന്നു, അള്ളാഹിന് ഇഷ്ടപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് അവർ അള്ളാഹുവിനോടല്ലാത്തൊരു പ്രാർത്ഥന അവർ നടത്തിയില്ല. അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് അവരെ രക്ഷപ്പെടുത്തി. അതാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കളുടെ ആ ക്വാളിറ്റി. അതാണ് അള്ളാഹു മാത്രം മതിയെന്ന് പ്രഖ്യാപിക്കുക. വല്ലാഹു അഅലമു ബിഅദാഇകും വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറാ. സൂറത്ത് നിസായിലെ 45-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയാ, അള്ളാഹുവിന് മാത്രമേ നിങ്ങളുടെ ശത്രുക്കളെ കൃത്യമായിട്ട് അറിയുള്ളൂ. അതുകൊണ്ട് വകഫാ ബില്ലാഹി വലിയ, നിനക്കൊരു വലിയായിട്ട് അള്ളാഹ് മതി, അള്ളാഹ് മതി. വകഫാ ബില്ലാഹി നസീറാ, നിനക്ക് സംരക്ഷണത്തിന് അള്ളാഹ് മദീൻ. കെഫ അള്ളാഹ് മദീൻ. നമ്മൾ പറയാ പോരല്ലാ, ബദരീങ്ങൾ വേണം, മമ്പർദങ്ങൾ വേണം, മുഹ്യിദ്ദീൻ ഷെയ്ഖ് വേണം, ഇവരൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ല, അള്ളാഹു മതി. ആ റബ്ബിനെ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവർക്ക് ഈ പറയുന്നത് പോലെ പറയാൻ പറ്റുന്ന അത്ര ഒരു കള്ളക്കഥകളും പ്രചരിപ്പിക്കാനുണ്ടാവില്ല. എന്നാൽ അവരെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടാവും, അള്ളാഹു അവരെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ബക്കറയിലെ അതിൻ്റെ 200 ആയത്തുൽ കുർസി കഴിഞ്ഞ് 257-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, വല്ലാഹു വലിയുല്ലദീന ആമനു, അള്ളാഹുവാണ് വിശ്വാസികളുടെ വലിയ. ആ അള്ളാഹു എന്താ ചെയ്യുക? യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അള്ളാഹുവിനെ വലിയായി സ്വീകരിച്ചാൽ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ പ്രകാശത്തിലേക്ക് എത്തിച്ചു തരും, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും. എന്നാൽ അള്ളാഹു അല്ലാത്ത കുഫാറുകളെ, താഗൂത്തുകളെയാണ് ഔലിയാക്കളായി സ്വീകരിക്കുന്നതെങ്കിൽ ആ പ്രകാശത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഔലിയ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു മതിയായവനാണ് എന്ന വിശ്വാസത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ധാരാളം സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് ബോധ്യമാകുന്നതാണ്. ആയതുകൊണ്ട് കേൾക്കുന്ന ഈ കഥകൾ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ ജീവിതം പരാജയത്തിലായിരിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അറാഫിലെ അതിൻ്റെ 37-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു തആല വളരെ ഗൗരവത്തിലാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ പുറമെ മറ്റു പലരെയും വിളിച്ചു തേടുന്ന, അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് അള്ളാഹ് പറയാ. അവരുടെ അടുത്ത് എൻ്റെ ദൂതന്മാർ എത്തിയാൽ, ഹത്താ ഇദാ ജാഅതുഹും റസുലുനാ, എൻ്റെ ദൂതന്മാർ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ? യതവഫൗനഹും, അവരെ മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ മരിപ്പിക്കുന്നതിന് വേണ്ടി മലക്കുകൾ നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന് പുറമെ പലരെയും വിളിച്ചു തേടിയിരുന്ന പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണെങ്കിൽ അവരോട് ആ മലക്കുകൾ ചോദിക്കും, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചിരുന്നവരൊക്കെ എവിടെ? ആ ഒരു ചോദ്യം വല്ലാത്ത ചോദ്യമാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചിരുന്നവരെവിടെ? നിങ്ങൾ വിളിച്ചില്ലേ? സിഎമ്മിനെ വിളിച്ചവരില്ലേ? ബദരീകളെ വിളിച്ചവരില്ലേ? മമ്പർത്തങ്ങളെ വിളിച്ചവരില്ലേ? മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചവരില്ലേ? അവരോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചിരുന്നവരെവിടെ? എന്താ അവർ മറുപടി പറയാ? വല്ലു അന്നാ, ഒരൊറ്റ സഹായികളും ഞങ്ങൾക്കില്ല തന്നെ. ആ സമയത്താ പറയണത് ഒറ്റ സഹായവും ഇല്ല. എന്നിട്ടോ വശഹിദു അലാ അൻഫുസിഹിം, അവർ സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അവർ പറയും, അന്നഹും കാനൂ കാഫിരീൻ, അള്ളാഹുവിന് പുറമെ സഹായികളുണ്ടെന്ന് വിശ്വസിച്ച വിശ്വാസം ഞങ്ങളെ കാഫറാക്കി കളഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെടുന്ന, നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന ഈ കഥകൾ മുഴുവനും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുവാനും അവരിൽ പ്രതീക്ഷിക്കുവാനും അവരിലേക്ക് നേർച്ചകളും വഴിപാടുകളുമായിട്ട് ധനവും മറ്റും പലതും കൊടുക്കുവാനുമൊക്കെയുള്ള മാർഗമാണ്. അത് ഇസ്ലാമിന് അന്യമാണ്, ശിർക്കാണ്. മുശ്രിക്കായിക്കൊണ്ട്, കാഫിറായിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് അത് സമ്മതിച്ചു കൊണ്ട് പോകേണ്ടി വരുന്ന അപകടകരമായ സാഹചര്യമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ക്യാമ്പയിൻ തന്നെ കാലം തേടുന്ന ഇസ്ലാഹ് ആ തരത്തിലുള്ള അപകടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുഴുവൻ സഹോദരങ്ങളിലേക്കും ഈ
ദൗത്യം, ഈ ഒരു ഇസ്ലാഹ് എത്തിക്കുക എന്നതാണ്. നമ്മളൊക്കെയും അതിന് കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കുമ്പോൾ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون എന്ന ആ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലക്കുകളുടെ സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്കുള്ള മടക്കമെന്ന സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് മടങ്ങാൻ അള്ളാഹു ഞങ്ങൾക്ക് മതിയായവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും പിന്നെ മുസ്തഖീമിലാവുകയും ചെയ്യുന്നതോടൊപ്പം ആ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിയവരെ ഇസ്തിഖാമത്തിലേക്ക്, മുസ്തഖീമിലേക്ക് ക്ഷണിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.